2015 കൊക്കൈൻ കേസിലും ഷൈൻ ടോം ചാക്കോ സമാനമായ വിഷയത്തിൽ നൈസായിട്ട് ഊരിപ്പോയി. പിന്നീട് ആ കേസുകൾ പോലും ഇല്ല. എന്തിൻ്റെ പേരിലായിരുന്നു ഷൈനിനെ കസ്റ്റഡിയിൽ എടുത്തതെന്ന് പോലും തെളിവുകളില്ല. ആരാണ് ആദ്യം പോയി കണ്ടതെന്ന് പോലും തെളിവുകളില്ലാത്ത രീതിയിലേക്ക് വന്നു. അത് കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ട് പോലും ആ തെളിവുകൾ ഇല്ലാതാക്കി. എല്ലാം വാനിഷാക്കുന്ന പോലീസുകാർ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഷൈൻ ഓടി രക്ഷപ്പെട്ടത് ഷൈൻ തെളിവുകൾ ഇല്ലാതാക്കാനാണ്. ഷൈൻ്റെ ശരീരത്തിൽ പോലും അതിൻ്റെ അംശം കിട്ടാത്ത രീതിയിലേക്ക് മാറ്റാനായിട്ട് ഷൈനെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഷൈൻ്റെ ഒരു പിടിപാടും പണത്തിൻ്റെ ഒരു ഹുങ്കുമാണ് അവിടെ നമ്മൾ കണ്ടത്. അതിനൊപ്പം പോലീസുകാർ നിൽക്കുന്നു. പോലീസുകാർ ഷൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം വെറും പ്രഹസനങ്ങൾ മാത്രമാണ്. പോലീസുകാർ വെറും കഴിവില്ലാത്തവരാണെന്ന് പോലീസുകാർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണക്കാരനെ എന്തെങ്കിലും ഒരു കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ അവനെ മാധ്യമങ്ങൾക്ക് മുൻപിൽ മുഴുവനും കൊണ്ടുവന്ന് ഇരുത്തിക്കൊണ്ട് അതിന് ചുറ്റും നിൽക്കുന്ന പോലീസുകാരെ നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും തട്ടിക്കൂട്ടി എന്തെങ്കിലും സെറ്റപ്പ് ചെയ്തിട്ട് പോകുന്ന ആളുകളെ പിടിച്ചിട്ട് വലിയ രീതിയിൽ അവർ മാഫിയ തലവനാണെന്നുള്ള രീതിയിലേക്ക് ആക്കുന്ന പോലീസുകാരെ നമ്മൾ കാണുന്നുണ്ട്. ഈ ലഹരിക്കെതിരെ ഇത്രയും കേരളം ഒന്നാകെ അണിചേർന്ന് നിന്നിട്ട് ആ ഒരു വിഷയത്തിനെതിരെ സംസാരിക്കുമ്പോഴില്ല, അല്ലെങ്കിൽ ആ വിഷയത്തിന് തക്കതായ ശിക്ഷ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പോലീസ്